ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ചെമ്പനീർ പൂവിൻ്റെ 369-ാം എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ട്രൂത്ത് ഓർ ഡെയർ ഗെയിം കളിക്കുന്ന ഫാമിലിയെ കാണിക്കുന്നു. അതിൽ ശ്രീകാന്ത് ശ്രുതിയോട് ചോദിക്കുന്നു ട്രൂത്ത് ഓർ ഡെയർ എന്ന്. ശ്രുതി ട്രൂത്ത് എന്ന് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ശ്രീകാന്ത് ശ്രുതിയോട് ചോദിക്കുന്നു ലാസ്റ്റായിട്ട് കള്ളം പറഞ്ഞത് എന്നാണെന്ന്. ഈ ചോദ്യം കേട്ട് ശ്രുതി വല്ലാതെ ടെൻസ്ഡ് ആവുന്നുണ്ട്. അത് കണ്ട് സച്ചിയും രേവതിയും നന്നായിട്ട് സന്തോഷിക്കുന്നുണ്ട്. നല്ല ചോദ്യമാണ് നീ ചോദിച്ചത് എന്ന് പറയുന്നുണ്ട്. ശ്രുതി വല്ലാതെ ഉരുണ്ട് കളിച്ച് എന്തൊക്കെയോ ആൻസർ പറയാൻ ശ്രമിക്കുമ്പോൾ എല്ലാവരും കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നുണ്ട്. എന്നാൽ ശ്രുതി കറക്റ്റായിട്ടൊരു മറുപടി കൊടുക്കുന്നുമില്ല. അമ്മയാണെങ്കിൽ ശ്രുതിയെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ശ്രീകാന്തും വർഷയും പറയുന്നുണ്ട് കറക്റ്റായിട്ടുള്ള ആൻസർ അല്ല പറഞ്ഞതെന്ന്. അപ്പോൾ സച്ചിയും രേവതിയും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ചോദ്യത്തിന് കറക്റ്റായിട്ടുള്ള ഉത്തരമല്ല എന്ന്. ശ്രുതിയും ആകെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലിരിക്കുകയാണ്. എന്നാൽ അമ്മായിയമ്മ പറയണം അവൾ പഠിച്ചവളല്ലേ, അതാ നിങ്ങൾക്കൊന്നും മനസ്സിലാകാത്തത് എന്ന്. അപ്പോൾ സച്ചി പറയാണ് അവൾ പഠിച്ചവളല്ല, പഠിച്ച കള്ളിയാണെന്ന്. അത് ഫാമിലിയിൽ എല്ലാവരും തമാശയായിട്ട് എടുക്കുന്നു. തുടർന്ന് വർഷ രേവതിയോട് ചോദിക്കുകയാണ് ഈ വീട്ടിലെ എല്ലാ ദിവസവും ഇത്രയധികം പണികളെടുക്കുന്ന രേവതി ചേച്ചിയുടെ ആഗ്രഹം എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മായിയമ്മ ചെറിയ പുച്ഛത്തോടുകൂടി ഇരിക്കുകയാണ്. ശ്രുതിയും അതുപോലെ ചെറുതായിട്ട് പുച്ഛിച്ച് തള്ളുകയാണ്. ബാക്കിയുള്ളവർ രേവതി എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ ആകാംക്ഷയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ രേവതി പറയുകയാണ് തൻ്റെ ആഗ്രഹം തൻ്റെ അനിയത്തിയെയും തൻ്റെ അനിയനെയും പഠിപ്പിച്ച് വലിയ നിലയിലെത്തിക്കണം, അവർക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാകണം, ഇതൊക്കെയാണ് തൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട്. കൂടാതെ കുറച്ച് ഇമോഷണലായിട്ട് തന്നെ രേവതി സംസാരിക്കുകയാണ്. അത് കേട്ട് സച്ചിയും എല്ലാവരും ഇരിക്കുകയാണ്. ശ്രുതിക്കൊക്കെ ആണെങ്കിൽ കുറച്ച് ഒരു പുച്ഛഭാവമുണ്ട്. അതിനുശേഷം രേവതി വലിയ ഇമോഷണലായിട്ട് സംസാരിക്കുമ്പോൾ വലിയ താല്പര്യം കാണിക്കാതെ അമ്മായിയമ്മ അത് കേട്ടിരിക്കുകയാണ്. സച്ചിയാണെങ്കിൽ വളരെ കൗതുകത്തോടെ അവൾ പറയുന്നത് കേട്ട് അവളെ സമാധാനിപ്പിക്കുന്നുമുണ്ട്. രേവതിയുടെ ആഗ്രഹം ഈ കുടുംബവും എല്ലാം നല്ല സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണണം എന്നുള്ളതാണെന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട്. എന്നാൽ ചിലർ പുച്ഛിക്കുന്നുമുണ്ട്. അത് കഴിഞ്ഞ് സച്ചിയോട് ചോദിക്കുകയാണ് സച്ചിയുടെ ആഗ്രഹം എന്താണ്, ഇതുപോലെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും വളരെ ആകാംക്ഷയോടെ സച്ചി പറയുന്നത് കേൾക്കാൻ കാത്തിരിക്കുകയാണ്. ശ്രുതി വളരെ സീക്രട്ടായിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട് ഇപ്പോൾ അമ്മയെക്കുറിച്ച് കുറ്റം പറയും എന്ന് പറയുന്നുണ്ട്. എന്നാൽ ബാക്കിയുള്ളവരെല്ലാം ആ സച്ചി പറയുന്നത് കേൾക്കാനായിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണ്. ആ സമയത്ത് സച്ചി വളരെ ഇമോഷണലായിട്ട് താൻ ആഗ്രഹിച്ചിരുന്ന അമ്മയെക്കുറിച്ച് വളരെ ഇമോഷണലായിട്ട് പറയുകയാണ്. അത് കേൾക്കുന്ന ചന്ദ്രമതി ആവട്ടെ വളരെ കൺഫ്യൂസ്ഡായിട്ട് എന്തായി പറയുന്നത് എന്നോർത്ത് അങ്ങനെ കേട്ടിരിക്കുകയാണ്. എല്ലാവരും വളരെ ഇമോഷണലായി തന്നെ സച്ചിയുടെ ആ ഒരു സംസാരം കേട്ടിരിക്കുകയാണ്. രേവതിയൊക്കെ വളരെയധികം ഇമോഷണലായിട്ടാണ് ആ സീനിൽ കാണിക്കുന്നത്. ശ്രുതി ആവട്ടെ ചെറിയൊരു പുച്ഛത്തോടും കുറച്ച് കേൾക്കാൻ താല്പര്യമില്ലാത്ത പോലെയാണ് ആദ്യമൊക്കെ കാണിക്കുന്നത്. അതിനുശേഷം സച്ചി തൻ്റെ ആഗ്രഹത്തിലുള്ള അമ്മയെക്കുറിച്ച് ഇങ്ങനെ വളരെയധികം വാചാലനായിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളിൽ പോകുമ്പോൾ ഏതെങ്കിലും കുട്ടികളായിട്ട് അടി വയ്ക്കുമ്പോൾ അമ്മ വന്ന് ആ കുട്ടിയെ ശകാരിക്കുന്നതായിട്ട്, ചോറ് ഉരുട്ടി കൊടുക്കുന്നതായിട്ടും രാത്രി അമ്മയുടെ മടിയിൽ തലവെച്ച് ഉറങ്ങുന്നതായിട്ടുമൊക്കെ പറഞ്ഞ് സച്ചി വളരെയധികം ഇമോഷണൽ ആകുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് സച്ചി പറയുകയാണ് ഇതെല്ലാം എനിക്ക് നഷ്ടപ്പെടുത്തിയത് ആ ഒരു സംഭവമാണ്, അത് ഞാനിന്ന് തുറന്നു പറയും എന്നൊക്കെ സച്ചി പറയുകയാണ്. ആ സമയത്ത് എല്ലാവരും വളരെയധികം എന്താണ് സച്ചി പറയുന്നത് എന്ന് അറിയാൻ വേണ്ടി എല്ലാവരും വളരെ ടെൻസ്ഡ് ആയിട്ടിരിക്കുകയാണ്. ആ സമയത്ത് ശ്രുതി വളരെ അധികം ടെൻഷനാവുകയാണ്. ആ സമയത്ത് സച്ചി വല്ലാതെ ദേഷ്യത്തോടും എന്തോ ഒരു ദേഷ്യഭാവത്തോടു കൂടി ശ്രുതിയെ നോക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അച്ഛനും ചെറുതായിട്ട് ടെൻസ്ഡ് ആവുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അമ്മയാണെങ്കിൽ ആകെ ഒരു കൺഫ്യൂഷനായിട്ട് ബാക്കിയുള്ളവരെല്ലാവരും ഒരു കൺഫ്യൂഷനിലായിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ ശ്രുതി ആട്ടെ ആകെ പേടിച്ച് വിറച്ച്, അച്ഛനും കുറച്ച് ടെൻസ്ഡായിട്ടാണ് കാണിക്കുന്നത്. സച്ചി വളരെയധികം ദേഷ്യത്തോടെ ശ്രുതിയെ നോക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് സച്ചി അത് പറയുന്നതിന് മുൻപ് തന്നെ അച്ഛൻ വളരെ ടാക്റ്റിക്കായിട്ട് ശ്രുതിയെ രക്ഷപ്പെടുത്താനായിട്ട് അച്ഛൻ ഒരു ചുമയുള്ളതായിട്ട് അഭിനയിക്കുകയും സച്ചിയോട് വളരെ ആരും കാണാതെ കണ്ണ് കാണിക്കുകയും ചെയ്യുന്നുണ്ട് പറയരുത് എന്ന്. ഇത് അച്ഛൻ അസുഖമാണെന്ന് കണ്ടിട്ട് എല്ലാവരും ആ ഒരു ഇതിലിരിക്കുമ്പോൾ തന്നെ അച്ഛൻ സച്ചിയോട് കണ്ണ് കാണിക്കുന്നുണ്ട്, പറയരുത് എന്ന് പറഞ്ഞ് കണ്ണ് കാണിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന സച്ചി ശ്രുതിയെ ഒന്ന് നോക്കിയിട്ട് അച്ഛനെ നോക്കിയിട്ട് അവിടെ നിന്ന് പതുക്കെ എഴുന്നേറ്റ് പോകുന്നതായിട്ടാണ് അടുത്ത സീനിൽ കാണിക്കുന്നത്.
അതിന് പുറകെയായിട്ട് അച്ഛൻ വളരെ ഇമോഷണലായിട്ട് സച്ചിയെക്കുറിച്ച് തുറന്ന് സംസാരിക്കുന്നുണ്ട്. സച്ചി ഒരിക്കലും ആഗ്രഹിച്ച അമ്മയായി മാറാൻ ചന്ദ്രമതിക്ക് കഴിഞ്ഞിട്ടില്ല, സച്ചി അർഹിച്ച സ്നേഹം കൊടുത്തിട്ടില്ല, പാർഷ്യാലിറ്റി കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് വളരെയധികം അദ്ദേഹം ഇമോഷണലായിട്ട് സംസാരിക്കുന്നുണ്ട്. സച്ചി അവിടെ നിന്ന് പോയതിന് ശേഷമാണ് ഇതൊക്കെ അദ്ദേഹം സംസാരിക്കുന്നത്. അതിനുശേഷം കാണിക്കുന്നത് ചന്ദ്രമതി പറയുന്നു, ഇവ ഇത് എപ്പോഴും പറയുന്നതാണ്, ഇവ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ബാക്കിയുള്ളവരോട് എല്ലാവരോടും റൂമിലോട്ട് പൊക്കോ, നിങ്ങളെല്ലാവരും പോയി റെസ്റ്റ് എടുത്തോ എന്ന് പറയുന്നതായിട്ടാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ റൂമുകളിലേക്ക് പോകുന്നുണ്ട്. എല്ലാവരും ആകെ ഒരു കൺഫ്യൂഷനിലിരിക്കുകയാണ്. എന്തോ സച്ചി പറയാൻ വന്നുവല്ലോ, അതെന്താ ബാക്കി പറയാത്തത് എന്ന കൺഫ്യൂഷനിലിരിക്കുകയായിരുന്നു. ആ സമയത്തേക്ക് എല്ലാവരും എഴുന്നേറ്റ് അവരവരുടെ റൂമുകളിലേക്ക് പോകുന്നുണ്ട്. ആ കൺഫ്യൂഷനോട് കൂടി തന്നെ എല്ലാവരും അവരവരുടെ റൂമുകളിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ ഈ സമയമൊക്കെയും രേവതി വളരെയധികം വിഷമിച്ച് സച്ചി എന്താ പറയാൻ വന്നത് എന്നോർത്ത് വിഷമിച്ച് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ സീനിൽ കാണിക്കുന്നത് സച്ചി വളരെയധികം വിഷമിച്ച് ഇരുട്ടത്ത് ഒറ്റയ്ക്കിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവിടേക്ക് രേവതി വരുന്നു. രേവതി വന്നിട്ട് സച്ചിയെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് എന്താ പറയാൻ വന്നത്, എന്താ അത് മുഴുവനായിട്ട് പറയാത്തത് എന്നൊക്കെ സച്ചിയോട് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് സച്ചി വളരെയധികം ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പം അതെന്തിനാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അത് ഒഴിഞ്ഞു മാറുന്നുണ്ട്. എന്നാൽ രേവതി വളരെ ഇമോഷണലായിട്ട് സച്ചിയെക്കുറിച്ച് സംസാരിക്കുകയാണ്. സച്ചി വളരെയധികം സ്നേഹമുള്ള ആളാണെന്ന് കല്യാണത്തിന് ശേഷമാണ് മനസ്സിലാക്കിയത്. എന്നാൽ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് വളരെയധികം വേദനകളും ഉള്ളിലൊതുക്കുന്ന ആളാണെന്ന് എന്നൊക്കെ പറഞ്ഞ് രേവതി വളരെയധികം ഇമോഷണലായിട്ട് സച്ചിയെക്കുറിച്ച് സംസാരിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ആവുകയാണ്. എൻ്റെ ആദ്യത്തെ ഒരു അറ്റംപ്റ്റാണ്. ഇനിയും തുടർന്ന് എപ്പിസോഡുകൾ കാണണമെങ്കിൽ കമൻറ്റ് ചെയ്യുക.